ഇത് ഈ ജിമ്മുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണകളുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഇപ്പം ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ പിന്നെ ഈ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് തെറ്റിദ്ധാരണ പണ്ട് കുറേ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി വരുന്നുണ്ട്. ഇപ്പം നമ്മളെ കാലത്തിനനുസരിച്ച് പല ആൾക്കാർക്കും ഇതിനോടുള്ളൊരു ഇത് വന്നിട്ട് ജിം എന്താണ്, അതെ, ജിമ്മിനോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ മാറി. അതെ, ആറ്റിറ്റ്യൂഡ് മാറി. ഒരു ജിമ്മിനെ പറ്റി പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഓരോ ആൾക്കാർ, പല ആളുകളും. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് പേര് ട്രെയിനിങ് എടുത്ത് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 2 പേര്. അതാ പറയുന്നത്, ഇപ്പം എല്ലാവരും ഫസ്റ്റ് തന്നെ ജിമ്മ് ഒരു ഏജൊക്കെ ആയി കുറച്ച് വർക്കൗട്ടും കാര്യം ബോഡി സെറ്റ് അവർ ഫസ്റ്റ് പോകുന്നത് ഒരു നല്ലൊരു അക്കാഡമി പോയിട്ട് പഠിച്ചിറങ്ങുന്നുണ്ട്. എന്നുവെച്ചാൽ അത്രയും ക്രൈസ് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഫീൽഡിനോട്. പണ്ട് പറഞ്ഞാൽ ഈ ഒരു ഫീൽഡാണ് വീട്ടുകാരടക്കം ജിമ്മിൽ പോകണ്ട, സമ്മതിക്കില്ല. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം എല്ലാവരും പോകണമെന്നേ പറയുന്നു. എല്ലാ പ്രായക്കാർക്കും വരുന്നുണ്ടല്ലോ. അതെ, ജിമ്മിനങ്ങനെ പ്രായപരിധി ഇല്ല. ഇപ്പോൾ ഒരു 14+ ആയിട്ടുള്ള എല്ലാവരും. ഏജ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പർ ആയിട്ടാണ് ജിമ്മിൽ നമ്മൾ കണക്കൂട്ടുന്നത്. അത് ജിമ്മിൽ മാത്രമല്ല, അല്ല പറയാം. ചില ജിമ്മിൽ നിന്ന് നൽകുന്ന പ്രോട്ടീൻ മരുന്നുകളുണ്ടല്ലോ, അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ഉള്ള പരാതി കേട്ടിട്ടുണ്ട്. കച്ചവടം വർദ്ധിപ്പിച്ച് ലാഭമുണ്ടാക്കാൻ ചിലർ അനാവശ്യമായും ഇത്തരം വിൽപ്പന നടത്തുന്നു എന്ന ആരോപണവും ഉണ്ട്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ നല്ല ക്വാളിറ്റി സാധനം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി പല ആൾക്കാരും ഇത് ബിസിനസ്സായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട്. പ്രോട്ടീൻ പൗഡറിന് ഇതിൽ ക്വാളിറ്റി കുറവില്ല പ്രോട്ടീൻ പൗഡർ, അതിന് ഡ്യൂപ്ലിക്കേറ്റ് പ്രോട്ടീൻ പൗഡർ നല്ല ഇറങ്ങുന്നുണ്ട്. അതിമാകുമ്പോൾ എന്താണ്, ഈ സെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അധികം പ്രോഫിറ്റ് കിട്ടും. ഇപ്പം നമ്മളൊരു ജിമ്മിലൊരു ക്ലയൻറ്റ് വന്നാൽ നോക്കുന്നത് അതാണ്, ലെസ് എന്ന് വെച്ചാൽ റേറ്റ് കമ്മിയുള്ള പ്രോട്ടീനാണ് അവർ നോക്കുന്നത്. അപ്പം പിന്നെ സെയിൽ ചെയ്യുന്ന ആൾക്ക് വേറെ നിവർത്തില്ല, അത് കൊടുക്കുകയാണ്. പക്ഷെ ഏറ്റവും നല്ല എന്താ വെച്ചാൽ നല്ല ക്വാളിറ്റി പ്രോട്ടീൻ യൂസ് ചെയ്യാൻ. നിങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കുകയാണോ അതോ വേറെ എവിടെയെങ്കിലും സജസ്റ്റ് ചെയ്യാനോ? നമ്മൾ വേണ്ടവർക്ക് നമ്മൾ സെയിൽ ചെയ്ത് നമ്മൾ വേണമെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. ഇനി അതല്ല അവർ ഷോപ്പ് പോയി മേടിക്കാൻ നമ്മൾ നല്ല ഇവിടെ ഷോപ്പുകൾ ഇഷ്ടംമാരുണ്ട്. അതിലേതൊരു ഷോപ്പ് പറഞ്ഞു. നിങ്ങൾ ഡയറക്റ്റ് വരുത്തുന്നതാണോ എവിടെന്നെങ്കിലും? അതെ, നമ്മൾ ഡയറക്റ്റ് വരുത്തല്ല, നമ്മൾ വേറെ ഹോൾസെയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റീസ് ആണെങ്കിൽ നമ്മളത് എത്തിച്ചു കൊടുക്കും. അപ്പം നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്യുന്ന അതായിരിക്കണമല്ലോ നിങ്ങളുടെ ട്രെയിൻ ചെയ്യാൻ വരുന്ന ആളുകൾ. നമ്മളിവിടെ കൊടുക്കുന്ന ക്വാളിറ്റി സാധനങ്ങളായിരുന്നു. അല്ലാതെ നമ്മൾ അതുപോലെ പ്രോട്ടീൻ പൗഡർ മാത്രമല്ല, ടാബ്ലറ്റ്സും എൻ്റെ നമ്മുടെ 1-2 കസിൻസ് ഉപയോഗിക്കുന്നുണ്ട്. അവർ രാത്രി കിടക്കാൻ നേരത്ത് ഇത്ര ഒരു 3-4 ഗുളികൾ, അത് ഗുളികൾ കാണുമ്പോൾ തന്നെ പേടിയാവും. അത് ടാബ്ലറ്റ്സ് ഇതിൽ പല മൾട്ടി വിറ്റാമിൻസ്, ഒമേഗ 3 അങ്ങനെ പല ടാബ്ലറ്റ്സും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് ഓക്കെ ബോഡി ബിൽഡ് ചെയ്യാനെന്ന, പക്ഷെ നമുക്കത് കാണുമ്പോൾ ഒരു അസ്വസ്ഥതയാണ്. പണ്ടേ നമ്മളിപ്പം ഹോസ്പിറ്റലിൽ വരെ പോവാറില്ല, ഈ ഗുളിക കഴിച്ചാൽ അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റൽസിൽ പോലും അധികം മൾട്ടി വിറ്റാമിൻ ഒമേഗ 3 കഴിക്കണമെന്നൊന്നും ബുദ്ധിമുട്ട് കാരണം. പക്ഷേ നിങ്ങൾ പറഞ്ഞ മാതിരി വേറെ ടാബ്ലറ്റുകളുണ്ട്, അതും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന് സൈഡ് എഫക്റ്റ് ഉള്ള സാധനങ്ങളുണ്ട്. പക്ഷെ പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞ സംഭവം നല്ല ക്വാളിറ്റി സാധനം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊരു ഇതുണ്ടാവില്ല. പിന്നെ പ്രോട്ടീൻ പൗഡർ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇവർ ഫുഡ് കൂടി ഇത്രയും പ്രോട്ടീൻ അവർക്ക് കൊടുക്കുക, അവരുടെ ശരീരത്തിന് കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോട്ടീൻ പൗഡറിൻ്റെ ആവശ്യമില്ല. പക്ഷേ പ്രോട്ടീൻ പൗഡർ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രോട്ടീൻ ഫുഡ് കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ കോസ്റ്റ് ഉണ്ടാവും, അത്രയും എക്സ്പെൻസീവ് ആയിരിക്കും. അതാരെ കൊണ്ടും ഇതാക്കാൻ കഴിയില്ല. അതാണ് നമ്മളിപ്പോൾ ഒരു ക്ലൈൻറ്റ് വന്ന് നമ്മോട് പറയുന്നത് നല്ല പ്രോട്ടീൻ പൗഡർ മേടിക്കുക. ഈ റേറ്റ് അത് ഈ പ്രോട്ടീൻ പൗഡറിനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഫുഡ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അതിന്റെ പ്രശ്നം എക്സ്പെൻസീവ്, നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. അത് കവർ ചെയ്യാനാണ് നമ്മൾ ഈ പ്രോട്ടീൻ. അതൊരു സാധാരണക്കാർക്ക് അത് താങ്ങാൻ കഴിയൂല, അത്രയും നല്ലൊരു ഇതായിരിക്കും. എഗ് ആണെന്നുണ്ടെങ്കിലും ഫിഷ് ആണെന്നുണ്ടെങ്കിലും ചിക്കൻ, വെജിറ്റബിൾസ് അത്യാവശ്യം നല്ല റേറ്റുള്ള സാധനങ്ങൾ. അതെ, ചിക്കൻ ബ്രസ്റ്റ് സാധാരണ ഒരു ചിക്കൻ വാങ്ങിക്കുന്നതിനെക്കാട്ടി റേറ്റ് ആണ് ചിക്കൻ്റെ ചെസ്റ്റ് ബ്രസ്റ്റ്. അതെ, അപ്പോൾ ആ ഒരു രീതിക്ക് പ്രോട്ടീൻ പൗഡർ നല്ലതാണ്. പക്ഷെ മേടിക്കുമ്പോൾ നല്ലൊരാളേക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അനുദിനം സാങ്കേതിക വിദ്യകൾ മാറുന്ന ഈ പുതിയ കാലത്ത് ജിം അതിനനുസരിച്ച് മാറിയിട്ടുണ്ടോ? ഒന്ന് വിശദീകരിക്കാമോ അതിനെക്കുറിച്ച്? നല്ല മാറിയിട്ടുണ്ട്. മെഷീൻസിലാണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടും ഈ കാലത്തിനനുസരിച്ചാണ് ഇപ്പോൾ ജിമ്മ് പോകുന്നത്. അതിനനുസരിച്ചാണ് പഠനങ്ങളും. നമുക്കിപ്പോൾ ഒരു പണ്ടത്തെ ഒരു സിലബസോ അല്ലെങ്കിൽ പണ്ടത്തെ ഒരു അറിവോ കാര്യങ്ങളോ ഓരോ കാര്യങ്ങൾ ഓരോ സമയത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ മെഷീൻസ് ആണെന്നുണ്ടെങ്കിലും ഫുള്ള് ഇപ്പോൾ പണ്ട് എന്ന് പറഞ്ഞാൽ മൾട്ടി മെഷീൻസ് കമ്മി വരും. ഇപ്പോൾ മൾട്ടി മെഷീൻസ് ആണ് കൂടുതൽ വരും. നമ്മളെ ജിമ്മിലാണെങ്കിൽ പോലും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മെഷീനറീസാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ആദ്യം അങ്ങനെയല്ല. ആദ്യം നമ്മൾ കൂടുതൽ ഡംബിള്, ബാറ് ആ ഒരു ഇതുകൊണ്ട് വരും. അതുകൊണ്ട് തന്നെ
അന്നത്തെ കാലത്ത് ഇഞ്ചുറീസ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നം ഇഞ്ചുറീസ് ഇല്ല എന്നല്ല, പക്ഷേ ഇഞ്ചുറീസ് ഇപ്പോൾ കമ്മിയാണ്, കുറവാണ്. ഈ മെഷീൻസിൻ്റെ അത്രയും ഒരു ഇത് അവർ കൊണ്ടുവന്നിട്ടുണ്ട് മെഷീൻസ്. അപ്പോൾ അവർ അതെ, അതുപോലെ തന്നെ ഇപ്പം ഇത്രയും ഒരുപാട് മിഷനറീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 10-30ഓളം മിഷനറീസ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ട്രെൻഡാണ്. ഇനിയും അപ്ഡേറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഇത് മാറുമോ? മെഷീൻസ് മാറും. ഇപ്പോൾ മെഷീൻസ് AI മെഷീൻസ് വരെ വരൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ മെഷീൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ AI ആണ്. നമ്മൾ വെയിറ്റ് ഇടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. വെയിറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ ഫോണിൽ കളിക്കുന്ന മാതിരി ജസ്റ്റ് നമ്പർ അടിച്ചു കൊടുത്താൽ അത് വെയിറ്റ് ഇതായിട്ട് നമ്മൾ തന്നെ വർക്കൗട്ട് ചെയ്യിപ്പിച്ചു. അതാണ് അത്രയും സേഫ് ആയിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ഫീൽഡ് മെഷീൻസിൻ്റെ. ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് മരണങ്ങൾ, ഒരുപാട് ഹൃദയാഘാതങ്ങൾ പ്രത്യേകിച്ച് യുവാക്കളിൽ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. എന്ത് കാരണം കൊണ്ടായിരിക്കും? ഇപ്പോൾ പ്രത്യേകിച്ച് പ്രവാസികളുടെ ഇടയിൽ അത് കൂടുതലാണ്, ഒരുപാട് കൂടുതലാണ്. അപ്പോൾ എന്താണ് ഇതിനെ ചെറുത്ത് നിൽക്കാൻ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ മെയിനായിട്ട് ഒരു വർക്കൗട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരും. കാരണം എന്താ വെച്ചാൽ ഇവർ ഹൈ പ്രഷർ, വർക്ക് പ്രഷർ കാര്യങ്ങളൊക്കെ ആയിട്ട് റൂമിലിരിക്കുക, ആ ഒരു പല തിങ്കിങ് അവർക്ക് അങ്ങനെ ടെൻഷനും, പിന്നെ അതുപോലെ ഫുഡ് കൺട്രോൾ ഇല്ലാതെ ഫുള്ള് ജങ്ക് ഫുഡല്ലേ ഇപ്പോൾ റൂമിലൊക്കെ വെച്ചുണ്ടാക്കി റൂമിലൊക്കെ ഉണ്ടാക്കി കഴിക്കൽ കുറവാണ്. മെയിനായിട്ട് ഫുഡ് തന്നെയാണ് ഇതിനൊക്കെ. ഇത് കൊളസ്ട്രോള് കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ തന്നെയാണ് നമുക്ക് പല അസുഖങ്ങളും വന്ന് അറ്റാക്ക് ആണെന്നുണ്ടെങ്കിലും പെട്ടെന്നുള്ള മരണവും കാര്യമൊക്കെ സംഭവിക്കും. ഫുള്ള് ഇപ്പോഴത്തെ ആൾക്കാർക്ക് അധികം ഇരുന്നിട്ടുള്ള വർക്കല്ലേ, വേറെ അടക്കമൊന്നുമില്ല. അവർ ഇരിക്കുക, നേരെ വണ്ടിയിൽ ഇരിക്കുക, നേരെ റൂമിൽ പോവുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഈ ഒരു ഇതാണ് അത് നമുക്ക് ഇതാക്കാൻ. എന്താണ് ഇപ്പോഴുള്ള യുവാക്കളോട് നിങ്ങളെപ്പോലുള്ള ഇൻസ്ട്രക്ടേഴ്സിന് കൊടുക്കാനുള്ള അഡ്വൈസ്? നമുക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് പറഞ്ഞാൽ ഇപ്പോൾ ഇനിയുള്ള യുവാക്കൾ മൊത്തം ഈ ഒരു ഫീൽഡിലേക്ക് വരും. ഫീൽഡ് മീൻസ് ഒരു ബോഡി ബിൽഡർ ആവാന്നുള്ളതല്ല, ജിമ്മിക്ക് ഈ ഒരു ഇതിൽ അഡിക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ യുവാക്കൾ മൊത്തം ലഹരിക്കാണ്. നിങ്ങൾ പല ന്യൂസിലും കാണുന്നുണ്ടാവും. ഈ ലഹരി യൂസ് ചെയ്ത് അച്ഛനെ കൊല്ലുക, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളല്ലേ, അനിയത്തി. നമ്മൾ ഈ ഒരു ഫീൽഡൊക്കെ ഇതൊരു ലഹരിയായിട്ട് എടുക്കുകയാണെന്നില്ല, നമുക്ക് വേറൊരു ഫീൽഡിന് പോകാൻ കഴിയില്ല, പോകാൻ തോന്നൂല. പിന്നെ നമുക്ക് പാരൻസിനോട് പറയാനുള്ള എന്താ വെച്ചാൽ കുട്ടികൾ ഒരു 4 വയസ്സ് 5 വയസ്സായി കഴിഞ്ഞാൽ തന്നെ അവരെ കരാട്ട, ബോക്സിങ് അങ്ങനത്തെ ആ ഒരു ഫീൽഡിലേക്ക് ഇപ്പോഴേ തള്ളിവിടണം. നല്ല ഉപദേശമാണ് പാരൻസിന് കൊടുക്കാനുള്ളത്. അതാ ഇപ്പൊ എല്ലാവരും ഫസ്റ്റ് നോക്കുന്ന ഫോണല്ലേ. കുട്ടികൾക്ക് ചെറുപ്പത്തിൽ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന തന്നെ ഫോണാണ്. അവര് വേറൊരു അത് ഫോൺ കൊടുത്താലേ മക്കൾ ഭക്ഷണം കഴിക്കുള്ളൂ. അതാണ് ആ ഒരു ഇത് മാറ്റി എടുത്തിട്ട് ഇപ്പൊ ഇങ്ങനത്തെ ഈ ഓരോരോ ഫീൽഡൊക്കെ അവരെ അതൊന്നും മാറ്റാൻ കഴിയില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ജനറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജിമ്മിലാണെങ്കിൽ പോലും ഇപ്പോൾ കരാട്ടക്കൊക്കെ എത്ര കുട്ടികൾ വരുന്നുണ്ട്. നമ്മുടെ 3 ജിമ്മിലും വരുന്നുണ്ട്. എത്ര ജിമ്മുണ്ട് സൗദി അറേബ്യയിൽ? നമുക്ക് സൗദിയിൽ 3 ജിമ്മ്. ജിദ്ദയിലാണോ ഉള്ളത്? ജിദ്ദയിൽ തന്നെയല്ലേ. ഒന്ന് ഷറഫിലാണല്ലേ. ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മൾ ഷറഫിലാണ് 2021 സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇതിനെപ്പറ്റി നമ്മൾ എങ്ങനെ ഇവിടുത്തെ ഫീൽഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലാക്കി 2025 2 ബ്രാഞ്ച് നമ്മൾ എത്തി. ഒന്ന് കാലിദ്വലയിലും ഒന്ന് ബലദിലും. അവസാനമായിട്ടൊരു ചോദ്യം കൂടെ. നിങ്ങൾ ഏത് വർഷത്തിലാണ് മിസ്റ്റർ കേരള എന്നുള്ളൊരു ഇത് കിട്ടിയത്? ഞാൻ 2025 ഫെബ്രുവരി. അതായത് കഴിഞ്ഞ വർഷം. അപ്പോൾ ഫ്രഷാണ്. 2025 ഫെബ്രുവരി കൊല്ലത്ത് വെച്ചിട്ടാണ് മിസ്റ്റർ വെയിറ്റ് കാറ്റഗറിയിൽ ഗോൾഡ് മെഡൽ അടിച്ചത്. അതിന് മുന്നേ നമ്മൾ മിസ്റ്റർ മലപ്പുറം, പാലക്കാട് ആ ഒരു കാറ്റഗറിയൊക്കെ നമ്മൾ ഇറങ്ങി പ്രൈസ് അടിച്ച് പോകുന്നുണ്ട്. ലാസ്റ്റ് ഇറങ്ങിയത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി. അതോടെ സ്റ്റോപ്പ് ചെയ്ത്. വർക്കൗട്ട് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ഒന്നാമത് ജിമ്മ് ഓപ്പണിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് തിരക്ക്, ഡയറ്റ് കാര്യങ്ങൾ അത് തന്നെ നല്ലൊരു ബ്രാൻഡാണല്ലോ. അതെ അല്ല പറയാം. ഇപ്പൊ നമുക്ക് ആ ഒരു ഇത് വിട്ടിട്ടുണ്ട് എന്ന് പറയാം. സ്റ്റാർട്ട് ചെയ്യണം. അടുത്ത 2027 നല്ലൊരു ഫോമിൽ ഒരു കേരള അല്ലെങ്കിൽ ഒരു ഇന്ത്യ എന്നുള്ള ഒരു ലെവലിൽ ഇറങ്ങണം. തീർച്ചയായിട്ടും. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ വെരി ബെസ്റ്റ്. ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ മിസ്റ്റർ കേരള നൗഫലിന് ഒരുപാട് അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ പവർ സ്പോർട്ടിനും ഈ ഒരു സംരംഭം ഒരുപാട് ഉയർച്ചയിലെത്തട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.